കുളത്തിലെ വെള്ളം തെറിപ്പിച്ചപ്പോൾ വൃദ്ധനെ എന്തോ ഒരു അപരിചിതത്വം തോന്നി. അയാൾ പെട്ടെന്ന് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി കുളത്തിലേക്ക് പോകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മകൾ ഭയന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വൃദ്ധൻ കുളത്തിൽ മുങ്ങി അപ്രത്യക്ഷനായി. വളരെ നേരം കഴിഞ്ഞിട്ടും അയാൾ തിരിച്ചെത്തിയില്ല. എവിടെ പോയെന്ന് എല്ലാവരും ആശങ്കാകുലരായിരുന്നു. എല്ലാവരും അയാളെ അന്വേഷിക്കാൻ തുടങ്ങി. കുളത്തിന്റെ നടുവിലേക്ക് പോയതായി കുട്ടി അവരോട് പറഞ്ഞു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വൃദ്ധനെ കാണാത്തപ്പോൾ എല്ലാവരും നിരാശരായി പോകാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു കൈ ഉയർത്തിപ്പിടിച്ചുമെന്ന് വൃദ്ധൻ പുറത്തു വന്നു. മുഷ്ടിയിൽ പിടിച്ചിരുന്ന ചെളി അയാൾ ഒരാളുടെ കൈയിൽ കൊടുത്തു. ആ മനുഷ്യൻ ചെളി നോക്കിയപ്പോൾ അയാൾ സ്വർണം കണ്ടു. ഇത്രയും സ്വർണം കണ്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. ഈ ഉദ്യോഗസ്ഥൻ മുഴുവൻ സ്വർണവും പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ചു. താൻ എവിടെ നിന്നാണ് അത് കൊണ്ടുവന്നതെന്ന് കൃത്യമായി പറയാൻ വൃദ്ധനോട് ആവശ്യപ്പെട്ടു. കുളത്തിലെ സ്വർണത്തിന്റെ സ്ഥാനങ്ങൾ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു കടലാസ് കഷ്ണം വൃദ്ധൻ ചോദിച്ചു. അയാൾ അടയാളങ്ങൾ ഉണ്ടാക്കിയതായി പോലീസ് കണ്ടപ്പോൾ അവർ ഉടൻ തന്നെ അയാളെ വെടിവെച്ചു കൊന്നു. മകൾക്കറിയില്ലായിരുന്നു അയാൾ തന്റെ അച്ഛനെ കൊന്നതാണെന്ന്. അവൾ മകന്റെ അടുത്തേക്ക് പോയി അവനെയും കൊല്ലാൻ ആലോചിച്ചു. അയാൾ തോക്കു ചൂണ്ടിയ ഉടനെ ആ കുട്ടി പെട്ടെന്ന് ചാടി ഓടിയൊരു വണ്ടിയിൽ കയറി. മറുവശത്തുനിന്ന് അയാൾ പുറത്തു വന്നപ്പോഴേക്കും കുട്ടി വളർന്നിരുന്നു. ഇത് കണ്ടപ്പോൾ ഓഫീസർ അത്ഭുതപ്പെട്ടു. വാസ്തവത്തിൽ ഈ കുട്ടിക്ക് മുത്തച്ഛന്റെ ശക്തി ലഭിച്ചു.